നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ബിജു മാത്യൂസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ 3x3 റൂബിക്സ് ക്യൂബ് എങ്ങനെ വളരെ എളുപ്പം സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. 6 വശങ്ങളോടുകൂടിയ സമചതുരത്തിനാണ് നമ്മൾ ക്യൂബ് എന്ന് പറയുന്നത്. റൂബിക്സ് ക്യൂബിനും 6 വശങ്ങളാണുള്ളത്. 6 കളറുകളാണ് റൂബിക്സ് ക്യൂബിലുള്ളത്. ആ കളറുകൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊരു റൂബിക്സ് ക്യൂബിന്റെയും നമ്മൾ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഫസ്റ്റ് കളറായിട്ട് യെല്ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ യെല്ലോ കളർ നമുക്ക് കാണാൻ പറ്റും. യെല്ലോ കളറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് വൈറ്റ് ആണ്. പിന്നെ ഉള്ളൊരു കളറാണ് റെഡ്. റെഡിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഓറഞ്ച് കളർ കാണാൻ പറ്റും. അതുപോലെ ഗ്രീൻ കളർ ഉണ്ട്. ഗ്രീൻ കളറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ബ്ലൂ കളറുകളാണ് കാണാൻ കഴിയുന്നത്. ഇതാണ് റൂബിക്സ് ക്യൂബിന്റെ 6 കളറുകൾ. ഇനി ഈ റൂബിക്സ് ക്യൂബിലെ പീസുകൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. റൂബിക്സ് ക്യൂബിന്റെ സെന്ററിലായിട്ട് ഒരു പീസ് ഉണ്ടാവും. ഇതിന് സെന്റർ പീസ് എന്ന് പറയുന്നു. ഇതിന് ഒരു കളർ മാത്രമേ കാണുള്ളൂ. ഇപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കളർ മാത്രം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ യെല്ലോ കാണാൻ പറ്റും, റെഡ് കാണാം, അല്ലെങ്കിൽ ഓറഞ്ച് കാണാം, അതുപോലെ ബ്ലൂ കാണാം, വൈറ്റ് കാണാം. ഇതിലെല്ലാം സെന്ററിൽ വരുന്ന ആ പീസിൽ ഒരു കളർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി വരുന്നതാണ് എഡ്ജ് പീസുകൾ. എഡ്ജ് പീസ് ഈ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക് വരുന്ന, ആ മിഡിലിൽ വരുന്നതില് ഇടയ്ക്ക് വരുന്നതിനാണ് എഡ്ജ് പീസുകൾ എന്ന് പറയുന്നത്. ഇതിന് 2 കളറുകൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നമുക്ക് ഓറഞ്ചും അതുപോലെ യെല്ലോയും കാണാൻ പറ്റും, അല്ലെങ്കിൽ യെല്ലോയും റെഡും കാണാൻ പറ്റും, റെഡും ബ്ലൂവും കാണാൻ പറ്റും. അതിനെല്ലാം 2 കളറുകളാണ് ഉള്ളത്. പിന്നെ വരുന്ന ഈ കോർണറിൽ വരുന്ന ഈ പീസിനാണ് കോർണർ പീസുകൾ എന്ന് പറയുന്നത്. അതിന് 3 കളറുകൾ കാണാം. ഇവിടെ നമുക്ക് കാണാം ഓറഞ്ച് ഇവിടെ ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ വൈറ്റ് ഇവിടെ കാണാം. ഓരോ സൈഡിലും നമുക്ക് അതുപോലെ 3 കളറുകൾ ആ കോർണർ പീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി 3x3 റൂബിക്സ് ക്യൂബ് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 7-8 സ്റ്റെപ്പുകളായിട്ടാണ് പഠിക്കുന്നത്. 20 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക. ആ പഠിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത് ആ സ്റ്റെപ്പ് പഠിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഷഫിൾ ചെയ്യുക. ആ സ്റ്റെപ്പ് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ, ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പഠിക്കാൻ അത്ര എളുപ്പമല്ല. ഓരോ സ്റ്റെപ്പുകളും ബൈ ഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ റൂബിക്സ് ക്യൂബ് ഞാനൊന്ന് ഷഫിൾ ചെയ്യുകയാണ്. റൂബിക്സ് ക്യൂബ് നമ്മൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു, ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. യെല്ലോയുടെ ഓപ്പോസിറ്റ് വൈറ്റ് കളർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് യെല്ലോ എപ്പോഴും നമ്മുടെ റൂബിക്സ് ക്യൂബിന്റെ മുകൾ ഭാഗത്തായിട്ട് വരാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെയുള്ള സമയം ഇതിന്റെ ഈ മഞ്ഞ ഇത് മുകളിൽ തന്നെയായിട്ട് നമ്മൾ റൂബിക്സ് ക്യൂബ് പിടിക്കുക. എന്നാൽ മാത്രമേ ഇത് സോൾവ് ആവുകയുള്ളൂ. ഇനിയിപ്പോ യെല്ലോ തന്നെ പിടിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും കളറുകൾ നിങ്ങളുടെ സൗകര്യാർത്ഥം പിടിക്കാം. എല്ലാത്തിന്റെയും തത്വം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മളൊരു ഇന്റർനാഷണൽ ലെവലിൽ ഇത് അംഗീകരിച്ചിരിക്കുന്ന ഒരു നിയമം എന്നുള്ളത് യെല്ലോ മുകളിലായിട്ട് പിടിക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്കിവിടെ ഈ യെല്ലോയെ ബേസ് ചെയ്തിട്ട് യെല്ലോ സെന്ററിൽ വരണം. അതിനുശേഷം ഇവിടെ ഈ 4 ഒരു വൈറ്റ് ഒരു ഫ്ലവർ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ 4 വൈറ്റ് വരണം. അതുപോലെ സെന്ററിൽ യെല്ലോ ആയിട്ടും നമുക്കൊരു ഇത് വരണം. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നമ്മുടെ യുക്തിക്കനുസരിച്ച് ഇതിനെ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ അതിനുള്ള വൈറ്റുകൾ സെന്ററിൽ വരുന്ന എഡ്ജ് പീസുകളിൽ വൈറ്റ് എവിടെയുള്ള ഉള്ളതെന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ 2 ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടേൺ ചെയ്തിട്ട് ഈ സൈഡ് ഇങ്ങോട്ടേക്കും കൊണ്ടുവരാം, ഈ ഇടതുഭാഗം നമുക്ക് മുകളിലേക്കും കൊണ്ടുവരാം. ഇപ്പോ ഇത് 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2 കൂടെ ശരിയാവാനുണ്ട്. ആ 2 വൈറ്റ് പീസുകൾ എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പൊ നമുക്കിത് റൂബിക്സ് ക്യൂബ് ഒന്ന് ചിരിച്ചു നോക്കുമ്പോൾ ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്, ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ ഇതിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് മാറിപ്പോവും. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇതിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് ഇവിടെ മുകളിലേക്ക് വന്നു. ഇനിയുള്ള വൈറ്റ് ഇവിടെ താഴെയാണ് ഇരിക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം 3 സൈഡ് ഇവിടെ ശരിയായിട്ടുണ്ട്, ഒരു സൈഡ് മാത്രമാണ് ശരിയാവാത്തുള്ളത്. ആ ശരിയാവാനുള്ള വശത്തേക്ക് നമുക്ക് ഈ വൈറ്റിന്റെ ഇത് മാത്രം, താഴത്തെ ഇത് മാത്രം ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഈ വൈറ്റും ഇതുമായിട്ട് പാരലൽ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡ് മാത്രം ഒന്ന് തിരിക്കാം. റൈറ്റ് സൈഡ് ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ ഈ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇനി മുകളില് പിടിച്ചിട്ട് അടിയിലെ ഭാഗം രണ്ടെണ്ണം ഉള്ളത് അത് മാത്രം ഒന്ന് ഈ ഭാഗത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഭാഗം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റിനെ മുകളിലേക്ക് എത്തിച്ചു. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മൂടി വെച്ച് നോക്കാം. ഇപ്പോ യെല്ലോ സെന്റർ ചെയ്തിട്ട് നമുക്കൊരു വൈറ്റ് ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ വൈറ്റിനെ എല്ലാം നമുക്ക് താഴേക്ക് കൊണ്ടുപോകാണ് വേണ്ടത്. ഇവിടെ ഒരു വൈറ്റ് ക്രോസ് ആണ് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു വൈറ്റ് ക്രോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ വൈറ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം ഇവിടെ ഈ സെന്ററുമായിട്ടുള്ള ഈ കളറ് നമുക്ക് സെന്റർ പീസുമായിട്ട് ഈ എഡ്ജ് പീസ് മാച്ചായി വരണം. അതുപോലെ ഇവിടെ നമുക്കൊരു വൈറ്റ് ക്രോസ് കിട്ടുകയും വേണം. അപ്പൊ ആദ്യം നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം. ഇപ്പോ ഏതെങ്കിലും സെന്റർ പീസുമായിട്ട് വൈറ്റ് മാച്ച് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരു ഗ്രീൻ ഇവിടെ വൈറ്റുമായിട്ട് സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും അങ്ങനെ മാച്ചില്ല. ഇതിപ്പോ ഓറഞ്ചും റെഡും ആണ്. ഇവിടെ ബ്ലൂ മാച്ചിങ് ഉണ്ട്. ചിലപ്പോ ഇതുപോലെ രണ്ടെണ്ണം അല്ലെങ്കിൽ മാച്ചിങ് ആയിട്ട് വരാറുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും മാച്ചിങ് ആയിട്ട് വരാറില്ലെങ്കിലും നമ്മൾ ഇതിനെ മോൾഭാഗം മാത്രം റൊട്ടേറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് നെയിമിംഗ് ഇല്ല, ഇടത്തോട്ടോ വലത്തോട്ടോ എങ്ങനെ വേണേലും. പക്ഷെ മോൾഭാഗം മാത്രമേ റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ബ്ലൂ ഇത് സെന്ററുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇതിനെ നേരെ നമുക്ക് 90 ഡിഗ്രി തിരിക്കാം. അത് ഏത് ദിശയിലേക്ക് വേണേലും തിരിക്കാം. വൈറ്റിനെ നമ്മളിവിടെ താഴേക്ക് കൊണ്ടുവന്നു. ആ സെന്റർ പീസുമായിട്ട് ഇത് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ആദ്യം ഒരു ഗ്രീനോടെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗ്രീനും ഇത് സെന്റർ പീസുമായിട്ട് മാച്ചാണ്. അപ്പൊ നമുക്ക് ആ ഒരു പീസ് മാത്രം നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ ഒരു വൈറ്റിന്റെ ഒരു സ്ട്രെയിറ്റ് ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ രണ്ടെണ്ണം കൂടെ വൈറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വൈറ്റിന്റെ ഒരു ക്രോസ് കിട്ടും. അപ്പൊ അത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോ റെഡും ഓറഞ്ചും ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് തിരിക്കാം. ആ വൈറ്റ് ഇത് ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്യുന്ന പീസ് വരുന്നത് വരെ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോ ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഈ പീസിനെ നമുക്ക് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു T ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പീസും കൂടെ വരാനുള്ളൂ. അത് നമുക്കിവിടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇവിടെ നമുക്ക് റെഡ് കാണാം. സെന്റർ പീസുമായിട്ട് ഈ എഡ്ജ് പീസ് മാച്ച് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിനെ മാത്രമായിട്ട് നമുക്കിത് താഴേക്ക് കൊണ്ടുവരണം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വൈറ്റിന്റെ ഒരു ക്രോസ് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അത് ഈ ബോട്ടം ലെയർ, അതായത് ഈ താഴെ ഇത് മൊത്തമായിട്ട് വെള്ള വരണം. വൈറ്റ് ഇത് വരുകയും വേണം. അതുപോലെ ഈ ഓരോ കളറുകളും ഈ മാച്ച് ചെയ്ത് ഈ സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്ത് ഇവിടെ ഒരു T ഷേപ്പിൽ ഇത് വരണം. ഓരോ ഇതും ഇതുമായിട്ട് വരണം. അതോടൊപ്പം ഇവിടെ ഫുള്ളായിട്ട് വൈറ്റ് ആവുകയും വേണം. ഇതാണ് ലെവൽ 3 നമ്മൾ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് നോക്കുന്നത് ഈ വൈറ്റുകൾ, ഇവിടെ കിടക്കുന്ന വൈറ്റുകളെല്ലാം താഴേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ഇതിന് നമുക്ക് അഭിമുഖമായിട്ട് ഏതെങ്കിലും വൈറ്റ് ഇത് മുകളിലുണ്ടോ എന്ന് നോക്കുക. ഇതിപ്പോ വൈറ്റ് ഓറിന് ഇവിടെ മുകളിലുണ്ട്. പക്ഷെ അത് നേരെ മുകളിലേക്കാണ് ഇരിക്കുന്നത്. നമുക്ക് ഫേസ് ചെയ്ത് ഇടത്തോ വലത്തോ നമുക്ക് ഫേസ് ചെയ്ത് വൈറ്റ് വേണം. അങ്ങനെ ഏതെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നമുക്ക് ഈ റൂബിക്സ് ക്യൂബ് മൊത്തം ഒന്ന് ചിരിച്ചു നോക്കാം. ഇല്ല. അപ്പോ ഇവിടെ ഇരിക്കുന്ന ഈ വൈറ്റ് ആണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോ നമുക്ക് ഇതിനെ ഇനി നമുക്ക് ഇത് സൈഡിലേക്ക് കൊണ്ടുവരണം. ആദ്യം നമുക്ക് ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഫേസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ ഏത് സൈഡാണോ വൈറ്റ് ശരിയാവാത്തത്, ഒരെണ്ണം ഇവിടെ താഴെ ഇരിപ്പുണ്ട്, ഒരെണ്ണം ഇവിടെ മുകളിൽ ഇരിപ്പുണ്ട്, അതുപോലെ ഇവിടെ ഒരെണ്ണം താഴെ ഇരിപ്പുണ്ട്. നമുക്കിവിടെ 3 ഇവിടെ ശരിയാവേണ്ടതുള്ളൂ. ഒരെണ്ണം ഇവിടെ ഓൾറെഡി വൈറ്റ് ശരിയായി ഇരിപ്പുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സ്റ്റെപ്പാണ് ഇങ്ങനെ വൈറ്റ് നമുക്ക് ഫേസ് ആയിട്ടില്ല എങ്കിൽ ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ സൈഡ് നമുക്ക് നോക്കാം. അവിടെ ലെഫ്റ്റ് സൈഡാണ് ഞാനിപ്പോ എടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഈ താഴെ ഇതുള്ളത് മുകളിലേക്ക് കൊണ്ടുവരാനും, അഥവാ ഇത് മുകളിലേക്ക് ഇത് ചെയ്തിരിക്കുന്നതിനെ നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണിത്. അപ്പോ ഈ സൈഡ് ഇപ്പോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ചെയ്യാം. ഏത് സൈഡാണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഇത് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ വൈറ്റും നമുക്കിവിടെ ഈ വൈറ്റും നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സൈഡ് നമുക്ക് മുകളിലേക്കൊന്ന് തിരിക്കാം. മുകളിലേക്കൊന്ന് തിരിച്ചതിന് ശേഷം നമ്മൾ ഈ സൈഡ് നമുക്ക് ഫേസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ആ ടോപ്പ് മാത്രം ഒന്ന് തിരിക്കുക. ലെഫ്റ്റ് സൈഡ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒന്ന് തിരിച്ചു. അതായത് ആ ഭാഗത്തേക്കാണ് തിരിച്ചത്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചു. അതിനുശേഷം നമ്മൾ ടോപ്പ് നമ്മളൊന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഈ വൈറ്റിനെ നമുക്ക് താഴേക്ക് തിരിച്ചു കൊണ്ടുപോകും വേണം.
അതിനുവേണ്ടി ഇത് നമുക്ക് താഴേക്ക് ഇറക്കി വെക്കാം. ഇപ്പോ ആ ഇവിടെ കൊണ്ടുവന്ന ആ വൈറ്റ് നമ്മൾ തിരിച്ച് താഴേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ നമുക്ക് ഉണ്ടായിരുന്ന ആ ഇത് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ വൈറ്റ് ഇവിടെ നമുക്ക് ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വൈറ്റ് നമുക്ക് ഇവിടെ ഫേസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. രണ്ട് ഇത് നമ്മൾ ഒരെണ്ണം അങ്ങോട്ട് തിരിച്ചു വരണം. രണ്ട് ഇത് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇപ്പോ ഈ വൈറ്റ് കളർ നമ്മുടെ ഇടത് ഭാഗത്താണ് ഇരിക്കുന്നത്. അതിന്റെ സൈഡിലെ കളർ ഏതാന്ന് നോക്കാം. സൈഡിലെ കളർ ഇപ്പോ ബ്ലൂ ആണ്. ഈ ബ്ലൂ കളർ ആയതുകൊണ്ട് ഈ ബ്ലൂവിനെ നമ്മുടെ സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്ത് വെക്കാം. അതിന് ടോപ്പ് ഭാഗം മാത്രം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനി റൂബിക്സ് ക്യൂബ് പതിയെ ഒന്ന് നമുക്ക് തിരിക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുക. ഏത് ഭാഗത്താണോ ഇത് മാച്ച് ആയിട്ട് വന്നേക്കുന്നത്, ഇപ്പോ ഇടത് ഭാഗത്താണെങ്കിൽ ഇടത് ഭാഗത്തേക്ക് തിരിക്കുക, വലതു ഭാഗത്താണെങ്കിൽ വലതു ഭാഗത്തേക്ക് തിരിക്കുക. എങ്ങനെയാണെങ്കിലും ഈ വൈറ്റ് നമുക്ക് ഫേസ് ചെയ്ത് ഇരിക്കുക. ഇനി സൈഡ് കളർ ഇവിടെ ബ്ലൂ ആണ്. ഇനി ഈ ബ്ലൂവിനെയാണ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പോ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ബ്ലൂ ഇതിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ടോപ്പ് ഇത് മാത്രം നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തിരിക്കുന്നു. അപ്പൊ നമ്മള് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് നമുക്ക് ഈ ബ്ലൂവിന്റെ താഴേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം ഇവിടെ ഈ റെഡ് ആയിട്ട് മാച്ച് ചെയ്ത് വരണം. ഇവിടെ കണ്ടോ, ഈ റെഡ് ആയിട്ട് ഇത് മാച്ച് ആയിട്ട് വരികയും വേണം. ആ ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. അപ്പോ റെഡ് ഇവിടെ മാച്ചായി വരുമ്പോ ഇവിടെ ബ്ലൂവും ഇവിടെ മാച്ചായിട്ട് വരും. അപ്പോ ആ ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ നമ്മുടെ ഇടത് ഭാഗത്താണ് ഈ ബ്ലൂ ഇത് മാച്ചായിട്ടിരിക്കുന്നത്, സെന്റർ പീസുമായിട്ട് മാച്ചായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടോപ്പ് ഭാഗം മാത്രം ഇടതുനിന്ന് വലതുഭാഗത്തേക്ക് തിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ ഇടത് ഭാഗത്തുനിന്ന് തിരിച്ചത് വലതുഭാഗത്തേക്ക് റൈറ്റിലേക്ക് തിരിച്ചത് കൊണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഇതിനെ നമ്മൾ പൊക്കുന്നു. ആ സൈഡിലേക്കാണ് നമുക്കിത് കൊണ്ടുവരേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ വലതുഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ വൈറ്റ് പീസിനെ തിരിച്ച് നമ്മൾ ആ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ആ ഒരു പോർഷൻ മാത്രം നമ്മൾ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോ നമുക്ക് ഇവിടെ കാണാം അവിടെ ഒരു വൈറ്റ് ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി 3 എണ്ണം കൂടി നമുക്ക് ശരിയാവാനുണ്ട്. അതും കൂടി ശരിയാക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു റെഡ് കളറിൽ ഒരു ടീ കാണാം. അതായത് റെഡ് സെന്റർ ഉണ്ട്, ബോട്ടം ലെയർ എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാലും നമുക്കൊരു ബ്ലൂവിന്റെ ഒരു ടീ കാണാൻ പറ്റും. ഇവിടെ പക്ഷെ ആയിട്ടില്ല, അത് നമുക്ക് ശരിയാക്കണം. അതുപോലെ ഗ്രീനും ശരിയാവാനുണ്ട്, അതും നമുക്ക് ശരിയാക്കി എടുക്കണം. അടുത്തത് നമുക്ക് ഫേസ് ആയിട്ട് നിൽക്കുന്ന വൈറ്റ് ഏതാന്ന് നോക്കാം. അപ്പൊ ഈ ഒരു വൈറ്റ് നമുക്ക് എടുക്കാം. എന്റെ സൈഡ് കളർ ആയിട്ട് ഇവിടെ ഓറഞ്ച് ആണുള്ളത്. ഓറഞ്ച് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ സെന്ററിലായിട്ട് മാച്ച് ചെയ്ത് അതിന്റെ കോർണർ പീസ് സെന്ററായിട്ട് മാച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ വലതുഭാഗത്താണ് ഈ ഓറഞ്ച് കളർ ഉള്ളത്. വൈറ്റിനെ നമുക്ക് ഫേസ് ആയിട്ട് നമ്മൾ വെച്ചു. ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് കൊണ്ടുപോയത്. കാരണം വൈറ്റ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഇപ്പൊ വൈറ്റ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ടോപ്പിലേക്ക് ചെയ്തത്. ഈ പ്രാവശ്യം നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് റൈറ്റ് സൈഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അങ്ങോട്ട് കൊണ്ടുവച്ച വൈറ്റിനെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിനെ താഴേക്ക് ഇറക്കുന്നു. ഇപ്പോ ഇവിടെ ഈ ഒരു വൈറ്റും ഇതുപോലെ ശരിയായിട്ടുണ്ട്. ഇനി ഉള്ളത് 2 എണ്ണം ഉണ്ട്. ആ 2 എണ്ണം ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം മുകളിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ടല്ല ഇരിക്കുന്നത്, അത് മുകളിലേക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആദ്യം ഒരു സൈഡിനെ നമുക്ക് ഫേസ് ടു ഫേസ് ആക്കാം. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ തന്നെ നമുക്ക് ഫേസ് ടു ഫേസ് ആക്കി എടുക്കാനുണ്ട്. അപ്പോ നമ്മുടെ ലെഫ്റ്റ് സൈഡ് അതൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ മാറ്റി വെച്ച അതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് കൊണ്ടുവന്ന് നമുക്ക് വൈറ്റ് ഒരെണ്ണം, ഈ വൈറ്റ് തന്നെ നമ്മൾ ശരിയാക്കി എടുത്തത്, ആ വൈറ്റിന് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇവിടെ വേറെ ഒരെണ്ണം കൂടെ വൈറ്റ് നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയ ഒരു വൈറ്റ് ആണ്, അത് സ്ഥാനം തെറ്റി ഇരുന്ന ഒരു വൈറ്റ് ആയതുകൊണ്ടാണ് അത് മുകളിലേക്ക് പോയപ്പോ വേറൊരു എക്സ്ട്രാ ആയിട്ട് വന്നത്. ഇതിപ്പോ ഓൾറെഡി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഓറഞ്ച് ഇവിടെ സൈഡ് ടു സൈഡ് സെന്റർ പീസുമായിട്ട് കോർണർ പീസ് മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നമ്മുടെ റൈറ്റ് സൈഡിലാണുള്ളത്. റൈറ്റ് സൈഡിലായതുകൊണ്ട് നമ്മൾ വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു.
അതിനുശേഷം റൈറ്റ് സൈഡ് നമ്മൾ ബോട്ടം ടു ടോപ്പിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് മാറ്റിവെച്ച ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിവെച്ച ആ ഒരു പീസിനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോ ഇനി രണ്ടെണ്ണം കൂടി ശരിയാവാനുണ്ട്. ആ രണ്ട് വൈറ്റും എവിടെയാണെന്ന് നോക്കാം. എപ്പോഴും യെല്ലോ നമുക്ക് മുകളിൽ തന്നെ ആയിരിക്കണം. ഇവിടെ നമുക്ക് കാണാം ഒരു ബ്ലൂ സെൻട്രലായിട്ട് മാച്ച് ചെയ്ത ഒരു കോർണർ ബ്ലൂ ഇവിടെ ഇരിപ്പുണ്ട്. വൈറ്റ് നമുക്ക് ഫേസിലാണ്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലായിരുന്നെങ്കിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇത് റൈറ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡ് ഇത് ചെയ്ത് ആ മാറ്റി വെച്ച വൈറ്റിനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ശേഷം താഴേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോ നമുക്ക് നോക്കിയാൽ ഇനി ഒരെണ്ണം കൂടി വൈറ്റ് ശരിയാവാനുള്ളൂ. ഇപ്പോഴും നമ്മുടെ യെല്ലോ മുകളിൽ തന്നെ ഉണ്ട്. ഇനി ആ ഒരു വൈറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ നമ്മളത് റൊട്ടേറ്റ് ചെയ്തതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ കൊണ്ടുവരിക. ഇതിപ്പോ ഇവിടെ ഗ്രീൻ സെന്ററുമായിട്ട് ഈ കോർണർ പീസ് മാച്ച് ആയിട്ടുണ്ട്. ഇതും റൈറ്റ് സൈഡ് തന്നെയാണ് വന്നേക്കുന്നത്. റൈറ്റ് സൈഡിലായതുകൊണ്ട് അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ റൈറ്റ് സൈഡ് നമ്മൾ ടോപ്പിലേക്ക് ഇത് ചെയ്തു. നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച ആ വൈറ്റിനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് കംപ്ലീറ്റും സെറ്റ് ആയിട്ടുണ്ട്. ഫുൾ ഇതും സെറ്റ് ആയിട്ടുണ്ട്. അതുപോലെ 4 വശങ്ങളും നമുക്കിവിടെ ഒരു T പോലെ കാണാൻ പറ്റും. അതായത് ഒരു ബോട്ടം ലെയർ കംപ്ലീറ്റും ഫിനിഷ് ചെയ്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. എപ്പോഴും സെൻട്രൽ കളറുമായിട്ട് മാച്ച് ചെയ്ത് ഒരു T ഷേപ്പിൽ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ഇവിടെ ഗ്രീൻ കാണാൻ പറ്റുന്നുണ്ട്, ഓറഞ്ചും കാണാം, ബ്ലൂവും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ലെയറും കഴിഞ്ഞു, അടിയിലത്തെ ബോട്ടം സൈഡും കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് സെക്കൻഡ് ലെയർ ആണ്. സെക്കൻഡ് ലെയറിൽ നമുക്ക് ഈ സെൻട്രൽ കളറുമായിട്ട് മാച്ച് ചെയ്ത് എഡ്ജ് പീസുകൾ സെൻട്രൽ കളറുമായിട്ട് മാച്ച് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ സെക്കൻഡ് ലെയറുമായിട്ട് മാച്ച് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ എഡ്ജ് പീസുകൾ, അതിവിടെ മുകളിലുള്ള എഡ്ജ് പീസുകൾ യെല്ലോ ഇല്ലാത്തത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ ഒരെണ്ണം നമുക്ക് ഇവിടെ യെല്ലോ ഇല്ലാത്തത് കാണാം. റെഡും ഗ്രീനും ആയിട്ട് ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട്. ഇവിടെ ഒരെണ്ണം യെല്ലോട് കൂടിയിട്ടുള്ള ഒരു ഇതാണ്, ഗ്രീനും യെല്ലോയും ആണ്. ഇവിടെ ബ്ലൂവും റെഡും ഒരു എഡ്ജ് പീസ് ഉണ്ട്. ഇവിടെ ഗ്രീനും ഓറഞ്ചും ഉണ്ട്. അപ്പോ ഒരെണ്ണം നമുക്ക് അത് അല്ലാത്തത് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് അതും കാണിച്ചു തരാം. ഇനി ഈ എഡ്ജ് പീസുകളിൽ ഏത് കളറ് നമ്മുടെ സെൻട്രലായിട്ട് മാച്ച് ചെയ്തേക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഗ്രീനുമായിട്ട് ഇത് മാച്ച് അയക്കുന്ന, അപ്പൊ ഇതാണ് ഗ്രീൻ ആണ് ഇതിന്റെ എഡ്ജ് പീസിൽ ഇത് നമുക്ക് ഫേസ് ആയിട്ട് വന്നേക്കുന്നത്. മുകളിലേക്ക് പോകുന്ന കളർ ഇപ്പൊ നോക്കണ്ട. അപ്പോ നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വന്നേക്കുന്ന ആ കളർ ഇപ്പൊ ഇവിടെ ഗ്രീൻ ആണ്. അപ്പൊ അത് ഗ്രീനിന്റെ സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്ത് പിടിക്കുക. സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇനി നോക്കുന്നത് അതിന്റെ ടോപ്പ് കളർ ഏതാന്ന് നോക്കുക. എന്നിട്ട് ടോപ്പ് കളർ ആയിട്ട് ഇപ്പൊ ഇവിടെ ഓറഞ്ച് ആണുള്ളത്. ഓറഞ്ചാണ് നമുക്ക് ടോപ്പ് കളറിൽ നോക്കുന്നത്. നമുക്ക് ഇനി ഈ ക്യൂബ് പതിയൊന്ന് ചിരിച്ചു നോക്കണം. ഓറഞ്ച് ഒരു സൈഡിലാണ്. ഓറഞ്ച് നമ്മുടെ റൈറ്റ് സൈഡിൽ ഓറഞ്ചും ലെഫ്റ്റ് സൈഡിൽ റെഡും ആണ്. കളറ് ഇവിടെ നമ്മളിത് ഗ്രീനുമായിട്ട് ഇത് ചെയ്തതിനു ശേഷം നമ്മുടെ ടോപ്പിലുള്ള കളർ ഏതാന്ന് നോക്കുക. ഇതിപ്പോ ഇവിടെ ഓറഞ്ച് ആണ്. ഇവിടെ ഓറഞ്ച് ഇവിടെ സെന്റർ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ റെഡും ഉണ്ട്. ഓപ്പോസിറ്റ് കളറായിട്ട് ഓറഞ്ചിന്റെ കളർ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കളറുകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റെഡ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടെ ഓറഞ്ച് കളറാണ്. ഇതിവിടെ ഓറഞ്ച് കളർ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് കളറിലേക്ക് നമ്മൾ ആദ്യം വൈറ്റ് ചെയ്തത് അതേ ഇത് തന്നെയാണ്. ആ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് കളർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് മാത്രം. ഇവിടെ സെന്ററിൽ ഗ്രീൻ ഉണ്ട്, ടോപ്പിൽ ഓറഞ്ച് ഉണ്ട്. ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് കളറായ റെഡ് ആ ഭാഗത്തേക്ക് ആ ടോപ്പ് മാത്രം ഒന്ന് തിരിക്കുക. ഇനി ഇത് ഇപ്പുറത്തായിരുന്നെങ്കിൽ ഇന്ന സൈഡിലേക്കാണ് തിരിക്കേണ്ടത്. ഇപ്പൊ നമ്മള് ടോപ്പ് നമ്മള് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് തിരിച്ചത്. ഇനി ഈ ഓറഞ്ച് ഇപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടിയിരുന്നത്. റെഡ് ഇവിടെ ആയിരുന്നെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടത്. ഇതിപ്പോ റെഡ് ഇതിന്റെ ഓപ്പോസിറ്റ് കളർ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്നു. അപ്പൊ നമ്മള് റൈറ്റ് സൈഡിൽ നിന്ന് തിരിച്ചുകൊണ്ട് നമ്മൾ ഈ റൈറ്റ് സൈഡ് ഒന്ന് ഇത് ചെയ്തതിന് ശേഷം അങ്ങോട്ട് മാറ്റി വെച്ച അതിനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് താഴേക്ക് ഇറക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഗ്രീൻ ഒരെണ്ണം വൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിച്ചതാണ് ഈ വൈറ്റിനെ ഇനി നമുക്ക് താഴേക്ക് കൊണ്ടുപോകണം.
അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് ഉള്ളത്. അപ്പൊ ആ വൈറ്റിനെ താഴേക്ക് കൊണ്ടാണുള്ള ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക. മറ്റേത് ഒരു റൗണ്ട് ചെയ്തതിന് ശേഷം എപ്പോഴും ഇതുപോലെ സെന്റർ ഇതായിട്ട് കോർണർ ഒരെണ്ണം മാച്ച് ചെയ്ത് വരും. അപ്പൊ അത് നമ്മൾ നോക്കിയിട്ട് ആ ഗ്രീൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഗ്രീൻ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്, അതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വൈറ്റ് മാറ്റി വെച്ചു. അത് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഇത് ചെയ്ത് നമ്മൾ വൈറ്റിനെ നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. ഇനി വീണ്ടും നമ്മൾ സെയിം ഇത് തന്നെയാണ് നോക്കുന്നത്. ആ യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസുകൾ ഏതാ ഉള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഒരെണ്ണം ഗ്രീനും റെഡും കാണാൻ പറ്റും. ഗ്രീനിന്റെ സെന്റർ പീസുമായിട്ട് ഇത് മാച്ച് ചെയ്ത് വെക്കാം. ഇപ്പോ നമുക്കിവിടെ റെഡ് ആണ് ഇവിടെ ഉള്ളത്. റെഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ്, ഓറഞ്ചിലേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത്. അപ്പോ നമ്മുടെ ടോപ്പ് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റുന്നു. ഈ ഓറഞ്ചുമായിട്ട് ഇവിടെ മാച്ച് ചെയ്ത് വരുന്നു. അതിനുശേഷം ഇതിപ്പോ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് പോയത്, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് നമ്മളൊന്ന് ടോപ്പ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഇത് അങ്ങോട്ട് മാറ്റി വെച്ച് തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ വീണ്ടും ഒരു വൈറ്റ് ഇവിടെ നമുക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇവിടെ താഴേക്ക് കൊണ്ടുപോകണം. നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഇപ്പൊ വൈറ്റ് ഉള്ളത്. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് വൈറ്റ് കാണാം. അപ്പോൾ ഇതിനെ നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി, റൈറ്റ് സൈഡ് നമ്മൾ ഒരു റൗണ്ട് മുകളിലേക്ക് മാറ്റിയതിനു ശേഷം അങ്ങോട്ട് മാറ്റി വെച്ച ആ വൈറ്റിനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ താഴേക്ക് കൊണ്ടുപോകുന്നു. ഇനി വീണ്ടും നമുക്ക് നോക്കാം. യെല്ലോ ഇല്ലാത്ത ഇതിന് രണ്ടെണ്ണത്തിന് യെല്ലോ ഉണ്ട്, ഈ ഒരെണ്ണത്തിന് മാത്രം ഇവിടെ യെല്ലോ ഇല്ല. ഇവിടെ റെഡും ബ്ലൂ ആണുള്ളത്. അപ്പൊ ഇതിന്റെ ഫേസ് കളർ ബ്ലൂ ആണ്. അപ്പൊ അത് നമുക്ക് ബ്ലൂ ആയിട്ട് മാച്ച് ചെയ്ത് വെക്കാം. ഇപ്പോ നമുക്ക് റെഡ് ടോപ്പിലുണ്ട്. റെഡ് നമ്മുടെ റൈറ്റ് സൈഡിലാണ്, ഓറഞ്ച് ലെഫ്റ്റ് സൈഡിലുണ്ട്. അപ്പൊ ഇവിടെ റെഡ് ആയതുകൊണ്ട് ഓറഞ്ചിന്റെ സൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇത് തിരിക്കുന്നു. അതിനുശേഷം നമ്മൾ റൈറ്റിൽ നിന്ന് പോയതുകൊണ്ട് റൈറ്റ് സൈഡ് ടോപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ച ആ ഒരു ഇതിനെ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, താഴേക്ക് ആക്കുന്നു. ഇപ്പോൾ കൂടെ വീണ്ടും ഒരു വൈറ്റ് ഫേസ് ടു ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. വൈറ്റിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോവുക. ഇവിടെ ബ്ലൂ സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡാണ് നമ്മൾ ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവന്നു, തിരിച്ച് വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇതിലേക്ക് മാറ്റി ആ വൈറ്റിനെ താഴേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും പീസുകൾ സെന്റർ ലെവലില് ശരിയാവാത്ത ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒരെണ്ണം ശരിയാവാത്തതുണ്ട്. അത് സെന്റർ യെല്ലോ പീസ് ഇവിടെ തന്നെയാണ് മാറിയിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് കളറിൽ സെന്റർ ഇതായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു പീസ് മാത്രമേ ഇനിയിപ്പോ മാറാനുള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കളറുകൾ മാറിയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇപ്പൊ ലെഫ്റ്റ് ആവാം റൈറ്റ് ആവാം. ചില സമയത്ത് നമുക്കിവിടെ ലെഫ്റ്റ് ആയിട്ടായിരിക്കും ഇത് ശരിയാവാത്ത വന്നേക്കുന്ന ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ ചെയ്യുക. ഇതിപ്പോ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് റൈറ്റ് സൈഡ് നമ്മളൊന്ന് ടോപ്പ് ചെയ്യുന്നു. ശേഷം ആദ്യം ചെയ്തതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് ഈ വൈറ്റിനെ നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരുകയും വേണം. അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് തന്നെ ആന്റി ക്ലോക്ക് വൈസ് സൈഡ് ടോപ്പ് ഒന്ന് തിരിച്ചതിന് ശേഷം വീണ്ടും ഒരു തിരിച്ചിറക്കുന്നു. ഇപ്പൊ ഇവിടെ ഓറഞ്ച് നമുക്ക് ഇവിടെ ഒരെണ്ണം ഫേസ് ടു ഫേസിൽ വന്നിട്ടുണ്ട്. ഓറഞ്ച് സൈഡ് കളറായിട്ടും ബ്ലൂ ടോപ്പ് കളറായിട്ടും വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കിനി വീണ്ടും താഴേക്ക് കൊണ്ടുപോകണം. അതിനുള്ള സ്റ്റെപ്പ് നമ്മൾ പഠിച്ചതാണ്. അതിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവന്നു നമ്മൾ വേഗം അത് ചെയ്ത് തീർക്കുകയാണ്. ഇപ്പോ താഴെയെല്ലാം വൈറ്റ് തന്നെയുണ്ട്. ഇനിയിപ്പോ ആ ഒരു പീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഓറഞ്ചും ബ്ലൂ ആയിട്ടുള്ള ഒരു പീസ്. ഇപ്പൊ ഓറഞ്ചാണ് നമുക്ക് ഫേസ് കളർ. അപ്പൊ അത് നമുക്ക് ഓറഞ്ചിലേക്ക് മാറ്റി പിടിക്കാം. ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് മറ്റേ സൈഡില് ബ്ലൂ ആണ് കാണാൻ സാധിക്കുക. ബ്ലൂ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്, ഗ്രീൻ ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പോ ഇത് ബ്ലൂ ആയതുകൊണ്ട് ഗ്രീനിന്റെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി, അതിനുശേഷം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി റൈറ്റ് സൈഡ് നമ്മൾ അപ്പ് ചെയ്തു, തിരിച്ച് ഇതുപോലെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിനി വൈറ്റും കൂടെ നമുക്ക് ഫേസ് ചെയ്ത് വൈറ്റ് വന്നിട്ടുണ്ട്, ഓറഞ്ച് കൂടെ സൈഡ് കളർ ആയിട്ടുണ്ട്. ഈ വൈറ്റിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മളത് തിരിച്ച് ഇവിടെ എത്തിക്കുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ട് ഇത് കാണാൻ പറ്റും. അടിയിൽ ഫുൾ വൈറ്റ് ആയിട്ടുണ്ട്, അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്തു, അത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും നമ്മളിപ്പോ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിന്റെ മുകളിൽ യെല്ലോ കൊണ്ടുവരിക, അതുപോലെ സൈഡ് കളറും തേർഡ് ലെയറും ശരിയാക്കുക എന്നുള്ള ഇതാണ്. അതിന് ഇനിയും 2-3 സ്റ്റെപ്പും കൂടെ നമുക്ക് പോകാനുണ്ട്.
ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു യെല്ലോ ക്രോസ് കൊണ്ടുവരിക. നമ്മൾ ആദ്യം ഇവിടെ ഒരു വൈറ്റ് ക്രോസ് കൊണ്ടുവന്ന സെയിം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു യെല്ലോ ക്രോസ് ആണ് ആദ്യം കൊണ്ടുവരേണ്ടത്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്തൊരു യെല്ലോ മിഡിലും 2 എഡ്ജ് പീസുകൾ കറക്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. ചിലപ്പോ ഒരെണ്ണം മാത്രമേ വരുള്ളൂ, സെന്റർ പീസ് മാത്രമേ വരുള്ളൂ. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് അതുപോലെ ആക്കുകയും വേണം. അങ്ങനെയുള്ളപ്പോഴും എല്ലാത്തിനും സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ്. ഇത് സെന്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇത് സ്ട്രെയിറ്റ് ആണെങ്കിലും അല്ല ഇതുപോലെ 3 വന്നിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും സ്റ്റെപ്പ് സെയിം തന്നെയാണ് എടുത്തത്. അപ്പൊ ആദ്യം നമുക്കിവിടെ യെല്ലോ ക്രോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ സ്റ്റെപ്പ് നോക്കാം. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ 3 വന്നേക്കുന്നത്. ഇപ്പൊ 3 വന്നേക്കുന്നതുകൊണ്ട് നമുക്ക് ഇതൊരു ജെ എന്ന ഷേപ്പിൽ പിടിക്കുക. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ജെ എന്ന ഷേപ്പിൽ കിട്ടുക. ജെ അതായത് മുകളിൽ നിന്ന് നമ്മളിങ്ങനെ വന്നിട്ട് ലെഫ്റ്റിലേക്ക് എഴുതുന്നതാണ് ജെ എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡ് മുകളിലേക്കും ഒരു സൈഡ് നമുക്ക് ലെഫ്റ്റിലേക്കും ആയിട്ട് പിടിക്കുക. പിന്നെ ഒരെണ്ണം മാത്രമേ വന്നിട്ടുള്ളൂ എങ്കിൽ ആദ്യം നമ്മൾ ഇതുപോലെ ജെ ഫോം ചെയ്യുക. ചിലപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാരലൽ ആയിട്ട് പിടിക്കുക. ഇത് ഇങ്ങനെ തന്നെ പിടിക്കാവുന്ന. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് റൂബിക്സ് ക്യൂബ് മൊത്തമായിട്ട് നമുക്ക് ഇതിനെ ചരിക്കാവുന്നതാണ്. അപ്പോ നമുക്ക് പാരലൽ ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് പാരലൽ ആയിട്ട് തന്നെ ഇതുപോലെ പാരലൽ ആയിട്ട് നമുക്ക് ആ ഇതിനെ പിടിക്കുക. അപ്പോ ഒരു സ്റ്റെപ്പില് നമുക്കത് യെല്ലോ ക്രോസ് ചെയ്യാം. ഒരു ഇത് മാത്രമേ ഉള്ളൂവെങ്കിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ഒക്കെ ഇതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ നമുക്ക് ഇവിടെ 3 ശരിയായിട്ടുള്ളത് കൊണ്ട് 2 സെൻട്രൽ എഡ്ജ് പീസും അതിന്റെ സെന്റർ പീസും ശരിയായിട്ടുള്ളത് കൊണ്ട് നമുക്കിതൊരു ജെ എന്ന ഷേപ്പിൽ വരാവുന്ന രീതിയിൽ പിടിക്കുക. ഇതുപോലെ ജെ എന്ന ഷേപ്പിൽ വരാവുന്ന പോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതില് ആദ്യം നമുക്കിടെ ഫേസ് ആയിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ക്ലോക്ക് വൈസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ സൈഡിൽ നമ്മുടെ റൈറ്റ് സൈഡ് അതും നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. പിന്നെ ടോപ്പ് പീസ് ഉണ്ട്, ആ ടോപ്പ് പീസിനെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി അങ്ങോട്ട് മാറ്റി വെച്ച ആ 3 ഇതാണ് നമ്മൾ ചെയ്തത്. ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു ക്ലോക്ക് വൈസ് ആയിട്ട്. അതിനുശേഷം സൈഡ് നമ്മുടെ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ടോപ്പ് ക്ലോക്ക് വൈസ് ആയിട്ട് അത് ഒരു പീസ് മാത്രമേ നമ്മൾ റൊട്ടേറ്റ് ചെയ്തോളൂ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോഴും ഈ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോഴും ഈ ഒരു ആ ഒരു സൈഡ് പീസ് മാത്രമേ ഉള്ളൂ. ടോപ്പിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോഴും ആ ഒരു പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതെല്ലാം നമ്മൾ തിരിച്ച് കൊണ്ടുവരുന്ന ആ ഒരു പരിപാടിയാണ് ഉള്ളത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം റൈറ്റ് ഇത് ചെയ്ത് നമ്മള് വീണ്ടും നമ്മളൊക്കെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ആദ്യം ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ടോപ്പ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഫേസ് ആയിട്ട് വന്നേക്കുന്ന ആ ഒരു പോർഷൻ കൂടെ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയേക്കുന്നത്. ആദ്യം നമുക്കൊരു ജെ ആയിരുന്നു, ആ ജെ മാറി ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. താഴെയെല്ലാം അതുപോലെ തന്നെ വൈറ്റ് അങ്ങനെ തന്നെ ഉണ്ട്. ബാക്കി സെക്കൻഡ് ലെയറും ഫസ്റ്റ് ലെയറും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. ഇതിപ്പോ ആദ്യം നമുക്ക് സിംഗിൾ ഇതാണെങ്കിൽ നമ്മൾ അതിനെ ആദ്യം ജെ എന്ന ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ആ ജെ ആയത് നമുക്ക് ജെ എന്നുള്ള രീതിയിൽ വായിക്കാവുന്ന രീതിയിൽ തന്നെ ക്യൂബ് ചെരിച്ചു പിടിക്കുക. അതിനുശേഷം ഇപ്പൊ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ നമ്മളത് നമുക്ക് പാരലൽ ആയിട്ട് തന്നെ പിടിക്കുക. ഇത് നമുക്ക് പാരലൽ ആയിട്ട് തന്നെ പിടിക്കുക. വീണ്ടും നമ്മൾ ഇതേ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. സെന്റർ ഒരു യെല്ലോ ഉള്ളെങ്കിലും അല്ല നമുക്ക് ജെ ഷേപ്പ് വന്നിട്ടുണ്ടെങ്കിലും അല്ല നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നേക്കണമെങ്കിൽ നമ്മളിത് പാരലൽ ആയിട്ട് പിടിച്ചിട്ട് സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. അപ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു യെല്ലോ ക്രോസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ അത് മാത്രം നമ്മളൊന്ന് ക്ലോക്ക് വൈസ് അപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ക്ലോക്ക് വൈസ് ചെയ്യുന്നു. അതിനുശേഷം ടോപ്പ് നമ്മൾ ക്ലോക്ക് വൈസിലേക്ക് പോകുന്നു. വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ അങ്ങോട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ഇനി ടോപ്പ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ആദ്യം തിരിച്ചത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൊണ്ടുവരുന്നു. വീണ്ടും ലാസ്റ്റ് നമ്മൾ നമ്മുടെ വൈറ്റുമായിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു യെല്ലോ ക്രോസ് ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ ആദ്യം ചെയ്തു വന്ന സമയത്ത് ചിലപ്പോ ഇവിടെ യെല്ലോ ക്രോസ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക്
ഇവിടെ സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇപ്പൊ നമുക്ക് ഇവിടെ യെല്ലോ ഒരു ക്രോസ് നമ്മളിവിടെ ഫോം ചെയ്തു. ഇനി ഇതിന്റെ ഈ സെന്റർ പീസും ഈ ഒരു എഡ്ജ് പീസും ആയിട്ട് നമുക്കിത് മാച്ച് ചെയ്യിക്കാം. ഇപ്പോ ഇവിടെ റെഡ് ഉണ്ട്, ഇത് 4ഉം ഇതുപോലെ മാച്ചായിട്ട് വരണം. ഓരോ കളറും ഇവിടെ ഇതായിട്ട് സെന്റർ പീസും ആയിട്ട് എഡ്ജ് പീസ് മാച്ചായിട്ട് വരണം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരെണ്ണം മാത്രമേ മാച്ചായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോ ഒരെണ്ണം മാച്ചായിട്ട് വന്നാൽ ആണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോ 2 മാച്ചായിട്ട് വരാം. അപ്പൊ നമ്മൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, വേറെ ഏതെങ്കിലും ഇതില് മാച്ചിങ് ഉണ്ടോ എന്ന്. ഇതിപ്പോ ബ്ലൂ ഇവിടെ മാച്ചായിട്ടുണ്ട്, അപ്പൊ ഇവിടത്തെ ഇത് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രീൻ ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് അല്ലാതെ അടുത്തടുത്ത കളറുകൾ ഏതെങ്കിലും മാച്ചായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പോ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. അങ്ങനത്തെ ഇത് ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. 4 ഇതും സെന്ററുമായിട്ട് 4 എഡ്ജ് പീസും സെന്ററുമായിട്ട് മാച്ച് ചെയ്ത് വരുത്താവുന്ന രീതിയിലേക്ക് നമുക്ക് ആദ്യം ഈ ക്യൂബിനെ സെറ്റ് ചെയ്യാം. അപ്പൊ അതിനുള്ളൊരു സ്റ്റെപ്പാണ് ഇതിപ്പോ. ഒരെണ്ണം മാത്രമേ നമുക്കിപ്പോ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ഉള്ളത് ഇപ്പൊ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നിയർ ബൈ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം 4 ഉണ്ടോ എന്ന് നോക്കുക. 4 ഇല്ലെങ്കിൽ നമ്മൾ 2 ഇത് ചെയ്യാം. ഏതെങ്കിലും 2 നിയർ ബൈ. ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ ഗ്രീനും ഈ ഓറഞ്ച് ഇവിടെ കറക്റ്റ് ആയിരുന്നെങ്കിൽ ഇതിങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതൊരു നമ്മുടെ ഒരെണ്ണം ശരിയായത് ഗ്രീൻ. ഇപ്പൊ ഇത് ഗ്രീൻ ഇതായതുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുക. അത് മറ്റേത് ഇപ്പൊ ഇത് ഓറഞ്ച് ആയിരുന്നെങ്കിൽ ഇത് ഓറഞ്ച് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും വെക്കുക. ഒരെണ്ണം നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടും മറ്റു കളറ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടും വെക്കുക. അതിനുശേഷം ഈ 2 കളറ് ഈ സെന്ററുമായിട്ട് ഈ എഡ്ജ് പീസ് കറക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ്, അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ആ ഒരു കേസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം ഗ്രീൻ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് വന്നു, ഇവിടെ ഓറഞ്ച് ആണെങ്കിൽ ആ ഓറഞ്ച് കൂടി നമുക്കിത് പിടിച്ചതിന് ശേഷം അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ്. ടോപ്പ് മാത്രം നമ്മൾ ക്ലോക്ക് വൈസ് ഒന്ന് തിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് മുകളിലേക്ക് തിരിക്കുന്നു. വീണ്ടും നമ്മുടെ ടോപ്പ് ഭാഗം മാത്രം ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്നോടെ തിരിക്കുന്നു. നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് താഴേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം വീണ്ടും നമ്മുടെ ടോപ്പ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്നുകൂടി തിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഒരു പ്രാവശ്യം തിരിക്കുന്നു. ഇനി നമ്മുടെ ടോപ്പ് 2 പ്രാവശ്യം ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക. ഒന്നിങ്ങോട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുക. വൈറ്റുമായിട്ട് മാച്ച് ചെയ്യുക. വൈറ്റിനെ താഴേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഓറഞ്ച് ഒരെണ്ണം നമുക്കിവിടെ സെന്റർ പീസും എഡ്ജ് പീസും ഉണ്ട്. അപ്പൊ അത് ഇവിടെ മാച്ചായിട്ടുണ്ട്. ഇവിടെ ബ്ലൂവും നമുക്ക് ഇതുപോലെ മാച്ചായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീനും റെഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത്. അപ്പോ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ ഓറഞ്ച് നമ്മൾ സെന്ററുമായിട്ട് ഈ എഡ്ജ് പീസ് മാച്ച് ചെയ്തു. അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു. അതിനുശേഷം ഈ ബ്ലൂവിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുന്നു. ഇത് നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്യുക. അപ്പൊ ഈ റെഡിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനും ഈ ഗ്രീനിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു സ്റ്റെപ്പാണിത്. അത് നമ്മൾ ആദ്യം ചെയ്തത് തന്നെയാണ്. അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. അത് എപ്പോഴാണോ ഇതുപോലെ റെഡിയായി വരുന്നത് അതുവരെ നമ്മളിത് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഓറഞ്ച് ഇത് 2 അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു പീസ് ഇത് ഓറഞ്ച് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഓറഞ്ച് ഉള്ളത്. അതുപോലെ ഇവിടെ ബ്ലൂ ഉണ്ട്. ഇനി ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ടോപ്പ് മാത്രം ക്ലോക്ക് വൈസ് ആയിട്ട് വൺസ് തിരിക്കുന്നു. നമ്മുടെ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. വീണ്ടും നമ്മുടെ ടോപ്പ് ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് തിരിക്കുന്നു. നമ്മുടെ റൈറ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഒന്ന് തിരിക്കുന്നു. അതായത് മുകളിലേക്കും താഴേക്കും. ടോപ്പ് വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നു. അതിനുശേഷം റൈറ്റ് സൈഡ് വീണ്ടും നമ്മൾ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ടോപ്പ് 2 പ്രാവശ്യം തിരിച്ചതിന് ശേഷം നമ്മുടെ വൈറ്റ് താഴേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ കോർണർ പീസും എഡ്ജ് പീസും ഈ സെന്റർ പീസും എഡ്ജ് പീസും ഒരേ ഇതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ റെഡ് ഇതായിട്ട് വന്നിട്ടുണ്ട്, ഗ്രീൻ വന്നിട്ടുണ്ട്, ഓറഞ്ച് വന്നിട്ടുണ്ട്, ബ്ലൂ വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇത്രയും ശരിയായി. ഇനി നമുക്ക് ഈ 4 കോർണറുകൾ മാത്രമേ ശരിയാവാനുള്ളൂ. അത് ആദ്യം ആ കോർണറുകൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നോക്കാം. ഇതിന്റെ 3 കളറുകളാണ് നമുക്ക് ഉള്ളത്. ഓരോ കോർണറിലും 3 കളറുകൾ. ഇപ്പോ ഇത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരേ കളറുകൾ തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഇതിപ്പോ ഓൾറെഡി ഈ ഒരു സൈഡ്
സെറ്റായി വന്നിട്ടുണ്ട്. ബൈ ചാൻസ് ഇത് ഓൾറെഡി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ 2 എണ്ണം കൂടി സെറ്റ് ആവാനുണ്ട്. പക്ഷെ ഇതിന്റെ ഈ കളറുകൾ നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടോ, ഇതിപ്പോ ഇവിടെ ഓറഞ്ച് ഇവിടെ ഉണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട്, ഇവിടെ ബ്ലൂ ഇവിടെ മുകളിലാണ് വേണ്ടത്. അത് നമുക്ക് ഇവിടെ സൈഡിലായിരുന്നു വരേണ്ടത്. അതുപോലെ ഈ യെല്ലോ നമുക്ക് മുകളിലേക്ക് പോകണം. പിന്നെ വേണ്ടത് ഇവിടെ റെഡ് ഇതാണ്. ഇതിപ്പോ 4 സൈഡും നമുക്കിപ്പോ ഓൾറെഡി സെറ്റായിയാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നിങ്ങൾ ഈ ഇപ്പൊ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നതെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു സ്റ്റെപ്പ് ഡയറക്റ്റ് നമുക്കിനി ഫൈനലൈസ് ചെയ്യേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു 2 ഇത് മാത്രമേ ഇനിയിപ്പോ നമുക്ക് ശരിയാക്കേണ്ടതുള്ളൂ. ചില സമയത്ത് ഇതുപോലെ വരാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോഴത്തേക്കും റൂബിക്സ് ക്യൂബ് ഓൾറെഡി സോൾവ് ചെയ്തും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ലെവലിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകേണ്ടി വരും. ഇത് ഞാൻ വീണ്ടും ഒന്നോടൊന്ന് ഷഫിൾ ചെയ്യുക, വേറെ ഒന്നല്ല. ഇത് ആ ഒരു സ്റ്റെപ്പ് ഇപ്പൊ എനിക്കിവിടെ മിസ്സായി. കാരണം ഇന്നിപ്പോ ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് മാത്രം പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഒന്നോടൊന്ന് ഷഫിൾ ചെയ്ത് ഇത് എല്ലാം കോർണറുകളെല്ലാം വ്യത്യസ്തമാക്കിയതിനു ശേഷം വീണ്ടും നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഷഫിൾ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് അത് ഒരു ലെവലിൽ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട വന്നുകൊണ്ട് ഞാനത് വീണ്ടും ഇത് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോ നമുക്കിവിടെ വൈറ്റ് നമുക്ക് താഴെയുണ്ട്, അതുപോലെ യെല്ലോ മുകളിലുണ്ട്. ഇവിടെ സെന്റർ ലൈൻ എല്ലാം മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെന്ററും എഡ്ജുമായിട്ട് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ടോപ്പിലെ കോർണർ പീസുകളാണ്. ഇപ്പൊ എല്ലാം ഷഫിൾ ചെയ്ത് വന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഈ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് സെക്കൻഡ് ലെയറിലെ ആ ടോപ്പിലിരിക്കുന്ന ഇതുമായിട്ട് ഈ കളറുകൾ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് വേണ്ടത് ബ്ലൂവും റെഡും ആണ്. ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത് യെല്ലോ കൂട്ടണ്ട, യെല്ലോ നമുക്ക് മുകളിലേക്ക് മാറ്റി ശരിയാക്കാവുന്നതാണ്. ഇപ്പൊ ഇവിടെ ബാക്കിയുള്ള 2 കളർ എന്ന് പറയുന്നത് ഓറഞ്ചും ഗ്രീനും ആണ്. അപ്പൊ ഈ കോർണർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്ലൂവും ഓറഞ്ചും ആയിരുന്നു വേണ്ടത്, അതിന് പകരം ബ്ലൂവും റെഡും ആണ് വന്നേക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രീനും ഓറഞ്ചും ആയിരുന്നു വേണ്ടത്, അതിന് പകരം ഓറഞ്ചും ബ്ലൂവും ആയിട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് ഇത് കാണാം, അതുപോലെ മറ്റേ സൈഡിൽ ഗ്രീൻ ശരിയായിട്ടുണ്ട്, യെല്ലോ ഓൾറെഡി അവിടെ ശരിയായിട്ടുമുണ്ട്. ഇനിയിപ്പോ യെല്ലോ ഇത് കളർ മാറുകയാണെങ്കിലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അത് നമുക്ക് അടുത്ത ലെവലിൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോ ഇത് നമ്മളിങ്ങനെ റൂബിക്സ് ക്യൂബ് ഇങ്ങനെ ഒന്ന് ചിരിച്ചു നോക്കുക. ഏതെങ്കിലും എല്ലാ കോർണറുകളും ശരിയാവണം. 4 കോർണറും അതേ കളറുമായിട്ട് മാച്ച് ചെയ്ത് വരണം. ഈ സൈഡ് കളേഴ്സുമായിട്ട് ഈ എഡ്ജ് പീസിന്റെ കളറുമായിട്ട് ഇതിന് മാച്ച് ചെയ്ത് വരണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അത് നമുക്കൊന്ന് ഇവിടെ നോക്കാം. ഇപ്പോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ 4 കളറും ശരിയായിട്ടുണ്ടോ എന്ന് നോക്കുക. ശരിയായിട്ടുണ്ടെങ്കിൽ ഇതിനെ സ്കിപ്പ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ അതിനെ അടുത്ത ലെവലിലേക്ക് പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് 2 സൈഡെങ്കിലും മിനിമം ഉണ്ടോ എന്ന് നോക്കുക. 2 സൈഡ് ഇല്ലെങ്കിൽ ഒരു സൈഡെങ്കിലും ഒരേ കളർ പാറ്റേണിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനിയിപ്പോ ഒന്നും ഇതായിട്ടില്ല വന്നിട്ടെങ്കിൽ സെയിം സ്റ്റെപ്പ് തന്നെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇപ്പോ അങ്ങനെ ഇതായിട്ടുള്ളത് കൊണ്ട് ഇതിപ്പോ ഈ ഒരു ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ 2 എണ്ണം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം നമ്മുടെ റൈറ്റ് സൈഡിലും വെച്ചിട്ട് അത് ശരിയാക്കി എടുക്കാം. ഇനിയിപ്പോ ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ അത് ശരിയായ വശം ഏതാണോ അത് നമ്മുടെ റൈറ്റ് സൈഡിൽ വെക്കുക. ഇനി 4 കോർണർ കൂടി നമുക്ക് 3 കോർണർ കൂടി നമുക്ക് ശരിയാക്കാനുണ്ട്. ഒരെണ്ണം ഓൾറെഡി ഇവിടെ ശരിയായതുണ്ട്. ശരിയായ പീസ് നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിൽ വരാൻ പാകത്തിന് പിടിക്കുക. 2 എണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ഒരെണ്ണം റൈറ്റ് സൈഡിലും ആയിട്ട് വരാൻ പാകത്തിന് പിടിക്കുക. അതിനുശേഷം ടോപ്പ് ഒന്ന് ക്ലോക്ക് വൈസിലേക്ക് തിരിക്കുക. അതിനുശേഷം നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ ക്ലോക്ക് വൈസ് ടോപ്പ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റി വെച്ചത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മുകളിലേക്ക് ഒന്ന് തിരിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് മാറ്റി വെച്ച ആ ഒരു ഇതിനെ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ വൈറ്റിനെ നമ്മൾ താഴേക്ക് കൊണ്ടുപോകുന്നു. ഇനി അങ്ങോട്ട് മാറ്റി വെച്ച ആ വൈറ്റിനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം താഴേക്ക് ഇറക്കുന്നു. ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ 4 കോർണറുകളും ആ കളറുമായിട്ട് മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടാവാം. 4 കോർണറുകളും ആ കളറുമായിട്ട് മാച്ച് ചെയ്ത് വന്നിട്ടുണ്ട്.
ഇതിപ്പോ 4 കളർ ഇങ്ങനെ മാച്ച് ചെയ്ത് വന്നിട്ടില്ല. ഇതിപ്പോ അതിന്റെ കളറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മാറി കിടക്കുന്നത്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പില് ശരിയാക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ ചിലതെല്ലാം ഇവിടെ ഓൾറെഡി അത് മാച്ചായിട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമുക്ക് ഈ കോർണർ ഇത് മാത്രമേ ശരിയാക്കാനുള്ളൂ. ഇപ്പൊ ഇതിലൂടെ ഇത് ശരിയായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം യെല്ലോ മുകളിലുണ്ട്, ഓറഞ്ചും ബ്ലൂവും ഇവിടെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം റെഡും ഗ്രീനും അതുപോലെ ഫേസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി 2 എണ്ണം മാത്രമേ നമുക്ക് ശരിയാവേണ്ടതുള്ളൂ. ഇനി ഇതിപ്പോ ഒന്നും ശരിയായിട്ടില്ല എങ്കിൽ നമ്മൾ ഇതേ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ ഇതിപ്പോ 2 ഇത് നമുക്ക് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം ശരിയായി വന്നുകൊണ്ട് അത്രയും സ്റ്റെപ്പ് നമുക്ക് കുറവ് കിട്ടിയിട്ടുണ്ട്. ശരിയായി വന്നേക്കുന്ന ഒരെണ്ണം, അപ്പൊ ഒന്നും ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട. ആ ഒരു ഒരെണ്ണം കൂടെ ശരിയാക്കി എടുക്കുക. അതിന് ആ ഒരു റൗണ്ട് കൂടുതലായിട്ട് സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇത് നമുക്ക് ഒരു ശരിയായ ഒരു വശമുണ്ട്. ഇതിപ്പോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതിനാണെങ്കിലും ഇതിപ്പോ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2 എണ്ണം ഉള്ളത് കൊണ്ട് നമുക്കിത് ഇതനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം. ശരിയായ ആ വശം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വെക്കുക. ശരിയായ വശം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെക്കുക. ഇന്ന് ശരിയായിട്ടില്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യുക. എല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇന്നിപ്പോ ഈ യെല്ലോനെ നമുക്ക് ഇവിടെ മുകളിൽ എത്തിക്കണം. ഈ ഓറഞ്ച് നമുക്ക് ഇവിടെ സൈഡിലും ഈ ഗ്രീനിനെ ഇവിടെ എത്തിക്കുകയാണ് വേണ്ടത്. അതിനുള്ള സ്റ്റെപ്പാണ് റൂബിക്സ് ക്യൂബിന്റെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ പിടിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ മൊത്തമായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡ് താഴേക്ക് ഒന്ന് കൊണ്ടുവരുന്നു. ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടൊന്ന് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മുടെ ബോട്ടം, ആ ഒരു ബോട്ടം പീസ് മാത്രം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ട്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിച്ചത് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിക്കുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതിനെ തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഈ യെല്ലോ ഇവിടെ മുകളിലെത്തുന്നത് വരെയും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഈ യെല്ലോ ഇവിടെ മുകളിലെത്തുന്നത് വരെയും സെയിം സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് നമ്മുടെ റൈറ്റ് സൈഡ് നമ്മൾ താഴേക്ക് ഒന്ന് തിരിക്കുന്നു. അതിനുശേഷം ബോട്ടം മാത്രം നമ്മളൊന്ന് നമ്മുടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇത് മുകളിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നമ്മളിത് തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇപ്പോഴാണ് ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുക. മുകളിൽ നിന്ന് താഴേക്ക്, അത് കഴിഞ്ഞ് നമ്മുടെ വലതു ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മൾ ഇത് വീണ്ടും മുകളിലേക്ക് ഇത് ചെയ്യുക. റൈറ്റ് സൈഡ് മുകളിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം നമ്മൾ വലതുവശത്തേക്ക് മാറ്റി വെച്ചതിനെ തിരിച്ച് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. യെല്ലോ മുകളിലെത്തുന്നവരെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഈ റൈറ്റ് സൈഡ് മാത്രം ഒന്ന് താഴേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ ബോട്ടം മാത്രം ഒന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ തിരിച്ച് വീണ്ടും മുകളിലേക്ക് കയറ്റി അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. ഇത് മുകളിലേക്ക് എത്തുന്നത് വരെ സെയിം, അതായത് താഴേക്ക് കൊണ്ടുവന്നു. ഇതിപ്പോ എല്ലാം മുകളിലേക്ക് എത്തും. അപ്പോ എല്ലാം മുകളിലേക്ക് എത്തി. ഇനി ഇവിടെ ഇത് സ്റ്റോപ്പ് ചെയ്യരുത്. അത് നമ്മൾ അങ്ങോട്ടേക്ക് ഇടതുവശത്തേക്ക് മാറ്റി വെച്ചതിന് ഇങ്ങോട്ടേക്ക് വലതുവശത്തേക്കും കൂടെ കൊണ്ടുവരിക. ഇപ്പോഴാണ് ആ ഒരു സൈക്കിള് പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങൾ ഇതോടെ എല്ലാം വന്നല്ലോ വിചാരിച്ചിട്ട് അടുത്തതിലേക്ക് പോകരുത്. ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് തിരിച്ച് ഇങ്ങോട്ടേക്കും കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു സൈക്കിള് സ്റ്റെപ്പ് പൂർണ്ണമാവുകയുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ 3 എണ്ണം നമുക്ക് ഇതായിട്ടുണ്ട്. അപ്പോ ഇനിയിപ്പോ ഒരെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അല്ല, ഇനിയിപ്പോ ഇതും ബാക്കി ഉണ്ടെങ്കിൽ സെയിം ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ശരിയായ ആ ഒരു ഇത് നമ്മുടെ താഴെ ഇത് പിടിച്ചിട്ട് അതിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുക. ശരിയായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുക. ഇപ്പോ നമ്മൾ ഒരെണ്ണം ശരിയായതുണ്ടായിരുന്നു, അത് അങ്ങോട്ടേക്ക് മാറ്റി. രണ്ടാമത് ശരിയായത് നമ്മുടെ ആ മുകളിലെ പീസ് മാത്രമാണ് മാറ്റുന്നുള്ളൂ. ആ മുകളിലെ പീസ് മാത്രം ജസ്റ്റ് ഒന്ന് ക്ലോക്ക് വൈസ് തിരിച്ച് അതിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിച്ചു. ഇപ്പൊ ഇതാണ് നമുക്ക് ശരിയായത്. അപ്പൊ ഇത് രണ്ടും ഇന്നിപ്പോ ശരിയാവാനുണ്ടായിരുന്നു. ഇതിപ്പോ ഓൾറെഡി ശരിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മഞ്ഞ മുകളിലാണ്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. അല്ല എങ്കിൽ സെയിം നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ഒന്നോടൊന്ന് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോ ഇവിടെ യെല്ലോ റെഡി ആയതുകൊണ്ട് അതിനെയും കൂടെ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാം. ശരിയായത് ഓരോന്നായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക്, അത് മാത്രമാണ് നമ്മൾ മാറ്റുന്നുള്ളൂ. താഴെയുള്ളതെല്ലാം അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇപ്പോ ഈ ഒരെണ്ണം മാത്രമേ നമുക്ക് ശരിയാവാനുള്ളൂ. ഈ ഒരു കളറ് ഇവിടെ നമുക്ക് മാച്ച് ചെയ്ത് വരണം. അപ്പൊ അതിനുള്ള സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം ചെയ്ത അതേ സെയിം സ്റ്റെപ്പ് തന്നെ അത് ശരിയാവുന്നിടത്തോളം വരെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ബാക്കിയുള്ള പീസുകളൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതെല്ലാം ലാസ്റ്റ് ശരിയായി വരുമ്പോൾ അതെല്ലാം കൂടെ ശരിയായിക്കോളും. ഇനിയിപ്പോ ഈ ഒരു കോർണർ മാത്രമേ ശരിയാവാനുള്ളൂ. നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. അതായത് നമ്മുടെ റൈറ്റ് സൈഡ് താഴേക്ക് കൊണ്ടുവരിക.
അതിനുശേഷം ബോട്ടം മാത്രം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം റൈറ്റ് സൈഡ് വീണ്ടും അപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയതിനെ റൈറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇനി അത് വീണ്ടും ഈ യെല്ലോ ഇവിടെ മുകളിലെത്തുന്നത് വരെയും ആ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ താഴേക്ക് കൊണ്ടുപോകുന്നു, നമ്മുടെ റൈറ്റ് സൈഡ് താഴേക്ക് കൊണ്ടുവരുന്നു ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പൊ ഇവിടെ യെല്ലോ ശരിയായിട്ടുണ്ട്. ഇനി ഇത് ടേൺ ചെയ്യേണ്ട ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ റൂബിക്സ് ക്യൂബ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ എല്ലാ ഇതും സോൾവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഓപ്പോസിറ്റ് കളറുകൾ നമ്മളൊന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഇത് ഓരോ സ്റ്റെപ്പും നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. ഒറ്റയടിക്ക് ഇത് ശരിയാക്കാൻ പറ്റില്ല. പല സ്റ്റെപ്പുകളും പല പ്രാവശ്യം ചെയ്ത് അത് ബൈഹാർട്ട് ആക്കിയതിനു ശേഷം മാത്രം ഓരോ സ്റ്റെപ്പുകളും അടുത്തതിലേക്ക് പോവുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ റൂബിക്സ് ക്യൂബ് ശരിയാക്കി. അൽഗോരിതം ഒന്നും ഇല്ലാതെ തന്നെ റൂബിക്സ് ക്യൂബ് നമ്മൾ ശരിയാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കുക.